മൂവുലകിനും അധിപതിയായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രവും മഹത്വവും ഉണ്ടാകട്ടെ. ആദരണീയരായ കർത്താവിന്റെ ദാസിദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇന്നും ദൈവപാദപീഠത്തിങ്കിൽ നമുക്കൊരുമിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും കൂടി വന്ന് ദൈവത്തെ വാഴ്ത്തുവാനും തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുവാനും ഒക്കെ ലഭിക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. നമ്മെ കൺമണി പോലെ ദൈവം കാക്കുന്നല്ലോ, കരതലത്തിൽ നമ്മെ വഹിക്കുന്നല്ലോ, ഭുജങ്ങളിൽ നമ്മെ താങ്ങുന്നതോടൊപ്പം സ്തോത്രം നമ്മെ കരതലത്തിൽ വരച്ചിരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ദൈവസന്നിധിയിൽ വിലയേറിയവരാണ്, നാം ദൈവത്തിന് പ്രിയരാണ്. പിതാവായ ദൈവത്തിന് നമ്മോട് ഏറെ പ്രിയം തോന്നി കർത്താവ് നമ്മെ സ്നേഹിച്ചു എന്ന് നാം തിരുവെഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കും. ആകയാൽ ലോകത്തിന്റെ ദ്വേഷത്തെ കാര്യമാക്കാതെ, മനുഷ്യരുടെ വിദ്വേഷത്തിന് വലിയ പ്രാധാന്യം നൽകാതെ, ദൈവത്തിന്റെ സ്നേഹത്തിന് ഏറെ വില നൽകി നമുക്ക് മുൻപോട്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ കർത്താവ് അധികം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം 10-11 അധ്യായങ്ങളിൽ കാണുന്ന 6-ാമത്തെയും 7-ാമത്തെയും കാഹളങ്ങൾക്ക് ഇടയിലുള്ള ഒരു സമയത്തെക്കുറിച്ചാണ്, സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ അവസാനത്തോടുകൂടെ 2-ാമത്തെ കഷ്ടം, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തീരുന്നു. എന്നാൽ 10-1 മുതൽ 11-ാം അധ്യായത്തിന്റെ 14ഓളം ഉള്ള വാക്യങ്ങൾ വരെ അതിനിടയിലുള്ള ഒരു സമയത്തെക്കുറിച്ചും നാം കാണും. 10-ാം അധ്യായമായിരുന്നു നാം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ശക്തനായൊരു ദൂതനാണ് പ്രധാന കഥാപാത്രം, പ്രധാന ആകർഷണം. അത് മറ്റൊരു ദൂതൻ എന്ന നിലയിൽ തന്നെയാണ് നമുക്കവിടെ നിന്നും കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആകാര വലിപ്പം, അധികാരം, ശബ്ദം ഒക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഒരു ചെറിയ പുസ്തക ചുരുൾ യോഹന്നാന് തിന്മാൻ കൊടുത്തു. അത് യോഹന്നാൻ വാങ്ങി തിന്നു. അത് തിന്നു കഴിഞ്ഞിട്ട് ഇനിയും അനേകം ജാതികളെയും രാജ്യങ്ങളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും ഭാഷകളെയും ഒക്കെ കുറിച്ച് പ്രവചിക്കും എന്ന് യോഹന്നാനോട് പറഞ്ഞു. നാം അത് കാണുന്നത് ഈ മഹാപീഡനത്തിന്റെ പ്രത്യേക സമയത്തിന് ശേഷവും മഹാപീഡനം ഇനിയും ബാധിക്കുവാനിരിക്കുന്ന വിവിധ ജാതികളെയും ഗോത്രങ്ങളെയും വംശങ്ങളെയും ഒക്കെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് എന്നാണ്. അത് ഒരു പുസ്തക ചുരുൾ എന്നതുകൊണ്ട് ദൈവവചനം മൊത്തം എന്നർത്ഥമില്ല. അവിടെയുള്ളത് മുൻപോട്ടുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി, ഇനിയും യോഹന്നാൻ നിവർത്തിപ്പാനുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള നിയോഗം, കമ്മീഷനിങ് ഫോർ ദ ഫർദർ മിനിസ്ട്രി ജോൺ ഹാസ് ടു ഫുൾഫിൽ. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എസെക്കിയേൽ പ്രവചനത്തിലും നമുക്കതിനോട് സമാനമായ കാര്യങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയല്ലോ. പിന്നെ ഇനിയും കാലം അധികമില്ല. ദൈവത്തിൻ്റെ മർമ്മം ദൈവം തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ നിറവേറുവാൻ സമയം അടുത്തിരിക്കുന്നു എന്നുള്ള വസ്തുതകളും നമ്മൾ കണ്ടു. ആ മർമ്മം എന്താകാം എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് 11-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്.
ആ പാസ്റ്ററെ, ഈ സംഭവങ്ങളെല്ലാം 3.5 കൊല്ലത്തിനാണ് വലിയ സംഭവിക്കേണ്ടത്, എല്ലാ കാഹളവും കലശങ്ങളെല്ലാം. അതെ. ഓക്കെ. 7 മുദ്രകൾ മഹാപീഡനത്തിന്റെ തുടക്കത്തിലാണ്. ആ പുസ്തകം വാങ്ങുന്നതും യേശുക്രിസ്തു അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും അതിന്റെ തുടക്കം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലങ്ങളാണ്. അപ്പോൾ അവയ്ക്ക് മൊത്തമായിട്ട് 7 വർഷമാണ് ഉള്ളത്. എന്നാൽ അതിന്റെ തീവ്രമായ സംഗതികൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന 7ാമത്തെ കാഹളം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികളൊക്കെ നടക്കുന്നത് അതിന്റെ അവസാന പാദത്തിലുമാണ്. ആ ഒടുവിലത്തെ 3.5 കൊല്ലം കൊണ്ടാണ് ഇവയ്ക്ക് പര്യവസാനം ഉണ്ടാകും. ആ 2 സാക്ഷികൾ വരുന്നത് അവസാനത്തെ 3.5 വർഷമാണല്ലോ വർഷം. അതിലേക്ക് വരുന്നു, നമ്മൾ 11ാം അധ്യായത്തിലേക്ക് വരുന്നു. ഓക്കെ. ഈ പുസ്തക ചുരുൾ യോഹന്നാന് 2 തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടല്ലോ, മധുരവും കയ്പും. തീർച്ചയായും നമുക്കറിയാം, ദൈവവചനം അത് ദൈവം സംസാരിക്കുന്നതായാലും ദൈവം അരുളി ചെയ്ത് എഴുതപ്പെട്ട വചനങ്ങളായാലും തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമേറിയതാണ്. എന്നാൽ അതിലെ ന്യായവിധികൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ, നീതിയോടെയുള്ള വിധികൾ, അത് പക്ഷേ പറയുന്നവർക്കായാലും കേൾക്കുന്നവർക്കായാലും അനുഭവിക്കുന്നവർക്കായാലും അത്ര കണ്ട് സുഖകരമല്ല പലപ്പോഴും. അത് കൈപ്പേറിയ അനുഭവങ്ങളുമാണ്. യെഹെസ്കേലിലും നാം അത് തന്നെയാണല്ലോ കാണുന്നത്. സ്തോത്രം. മർമ്മം എന്നുള്ളതിനെക്കുറിച്ചും നാം കാണുകയുണ്ടായി. തിരുവെഴുത്തിൽ പലതും മർമ്മങ്ങൾ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മങ്ങളിൽ ഒന്നാണ് ദൈവസഭ എന്ന മർമ്മം, എഫെസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ. എന്നാൽ ഇവിടെ പറയുന്ന മർമ്മം അതല്ല. റോമർ 11:25 2 കാര്യങ്ങളെ മർമ്മമായിട്ട് പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ മർമ്മം എന്ന നിലയിൽ പലതും മിസ്റ്ററി എന്ന നിലയിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട മർമ്മം എന്ന പ്രതിപാദനം കൊണ്ട് അർത്ഥമാക്കുന്നത് ലോകാന്ത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മശിഹായുടെ രാജത്വ വാഴ്ച, ഭൂരാജാക്കന്മാരെ ദൈവം നീക്കുന്നത്, ഭൂരാജത്വങ്ങൾക്ക് അവസാനം വരുത്തുന്നത്, ദൈവം ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പ്രതിപാദിക്കുന്നത്. ശരി, മറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് 11ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നാം കണ്ടതുപോലെ 10ാം അധ്യായത്തിന്റെ 1 മുതൽ 11ാം അധ്യായത്തിന്റെ ഏതാണ്ട് 14 വരെയുള്ള ഭാഗങ്ങളാണ് ഈ ഇടവേളയിൽ സംഭവിക്കുന്നതായി നാം മനസ്സിലാക്കുന്നത്. 13ാമത്തെ വാക്യം വരെ. 14ാമത്തെ വാക്യത്തിൽ 2ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3ാമത്തേത് വരുന്നു എന്ന് നാം കാണുന്നു. നമുക്ക് 11ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 1-2 വാക്യങ്ങൾ ആദ്യം വായിച്ചാട്ടെ. Then I was given a measuring rod like a staff,
And I was told, rise and measure the temple of God and the altar and those who worship there. But do not measure the court outside the temple. Leave that out, for it is given over to the nations, and they will trample the holy city for 42 months. സ്തോത്രം. ഈ 11-ാം അധ്യായത്തിലാണ് നമ്മൾ 2 സാക്ഷികളുടെ ശുശ്രൂഷയെ കാണുന്നത്. 2 witnesses, the ministry of 2 witnesses. And the rise of Antichrist. 2 സാക്ഷികളുടെ ശുശ്രൂഷയും എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശവും നമ്മൾ ഈ അധ്യായത്തിലാണ് കാണുന്നത്. അതിൽ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മളിപ്പോൾ വായിച്ചത് യെരുശലേം ദേവാലയത്തെ അളക്കുന്നതിനെ കുറിച്ചാണ്. പിന്നീട് നാം കാണുന്നത് 2 സാക്ഷികളെ ദൈവം ഭൂമിയിലേക്ക് ദൈവത്തിന്റെ പകരക്കാരായിട്ട് അയക്കുന്നതാണ്. അവരുടെ ശുശ്രൂഷകളെ കുറിച്ച് നാം കാണുന്നു. ഒടുവിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ് നാം എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം കാണുന്നത്. ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം ഈ 2 സാക്ഷികളോട് പടവെട്ടി ആ 2 സാക്ഷികളെ ജയിച്ച് കൊന്നുകളയുന്നു. അവിടെയാണ് നാം എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ ഒന്നും കാലക്രമം അനുസരിച്ചല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മഹാപീഡനകാലത്തിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്നതാണ്. 7-ാമത്തെ വാക്യത്തിൽ ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം ഈ 2 സാക്ഷികളെ അവരോട് പടവെട്ടി ജയിച്ചു കൊന്നുകളയുന്നത് മഹാപീഡനത്തിന്റെ മധ്യസമയത്ത് സംഭവിക്കുന്നതാണ്. ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷയാലാകാം 3.5 വർഷം നീണ്ടു നിൽക്കുന്ന ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷയാലാകാം 7-ാം അധ്യായത്തിലെ 1,44,000 യഹൂദന്മാർ ദൈവത്തിനായിട്ട് വേർതിരിയപ്പെടുന്നത്. അവരുടെ ശുശ്രൂഷയാൽ തന്നെയാകാം പിൽക്കാലത്ത് ഒടുവിലത്തെ 3.5 വർഷം ഉണ്ടാകുന്ന മഹാപീഠകളാൽ ജാതികളിൽ നിന്നുള്ള എണ്ണമറ്റ ഒരു സമൂഹം ദൈവത്തിനായി വേർതിരിയപ്പെടുന്നതും രക്തസാക്ഷികളാവുന്നതും. അപ്പോൾ ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷ ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ സമയവും വളരെ മർമ്മപ്രധാനമാണ്. അതാണ് നാം ഇവിടെ 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അത് മഹാപീഡനകാലത്തിന്റെ അല്ലെങ്കിൽ 70-ാം ആഴ്ചവട്ടത്തിന്റെ അഥവാ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തിന്റെ ആദ്യ സമയത്തെ സംഭവങ്ങളാണ്. ആദ്യത്തെ 3.5 കൊല്ലമെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഏതാണ്ട് സമാന്തര കാലത്താകാം ഈ 2 സാക്ഷികളും എതിർ ക്രിസ്തുവും രംഗപ്രവേശം ചെയ്യുന്നത്. അല്പം സമയത്തിന് മുമ്പോട്ടോ പുറകോട്ടോ വ്യത്യാസം കണ്ടേക്കാം. ഏതായാലും ദൈവം തന്റെ സഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ട ശേഷം കർത്താവിന്റെ ശുശ്രൂഷ, അതായത് ജനത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ അവസാനിപ്പിക്കുന്നില്ല. ഈവൻ ആഫ്റ്റർ ദ ചർച്ച് ഈസ് റാപ്ചേർഡ്, God doesn't
cease to intervene with the inhabitants of this world. That is what we see from chapter 11 by sending two witnesses who would minister among the people. ഈ രണ്ട് സാക്ഷികളെ ദൈവം ശുശ്രൂഷയ്ക്കായി വിട്ടതിലൂടെ, അയക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് സഭ എടുക്കപ്പെട്ട ശേഷവും ദൈവത്തിന് ലോക ജനതയോടുള്ള ഇടപെടൽ അവസാനിക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടാണ് ദൈവം ജനത്തോട് ഇടപെടുന്നത്. പഴയ നിയമകാലത്ത് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. മോശ മുതൽക്ക് ഇങ്ങോട്ട് ന്യായപ്രമാണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതുവരെ എഴുതപ്പെട്ട ന്യായപ്രമാണം ഇല്ലായിരുന്നു. അതിനു മുമ്പ് മനസാക്ഷി യുഗമെന്നും നിഷ്കന്മൻഷയുഗമെന്നുമൊക്കെ വേദപഠിതാക്കൾ അതിനെ തിരിച്ചു പഠിക്കാറുണ്ട്. എന്നാൽ ഓരോ കാലത്തും ദൈവത്തിൻ്റെ ഇടപെടലുകൾ അതാത് സമൂഹത്തോടുണ്ടായിരുന്നു. അതിന് വ്യത്യസ്ത നിലപാടുകളും മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നു എന്ന് മാത്രം. Even though there were different criterias, God intervened with people in every age. Maybe differently, but God was a God of intervention, especially in human history and in human nature. മനുഷ്യരുടെ ചരിത്രത്തിലും അവരുടെ സ്വഭാവങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. നാം ഇവിടെ കാണുന്നത് സഭ എടുക്കപ്പെട്ടു. ദൈവ കൃപയുടെ സുവിശേഷം ഒരുപക്ഷെ ഇനിയും പ്രസംഗിപ്പാൻ ആരുമില്ല. എങ്കിലും ദൈവം ജനത്തിനു വേണ്ടി വാതിൽ തുറന്നിടുന്നു. രണ്ട് സാക്ഷികളെ ദൈവം അതിനു വേണ്ടി അയക്കുന്നു. അവർ ഈ ഭൂമിയിൽ തങ്ങളുടെ ശുശ്രൂഷ 3.5 കൊല്ലം നിവർത്തിക്കുന്നു. 2 പേരെ ഉള്ളെങ്കിലും ലോകത്തിൻ്റെ കടുത്ത എതിർപ്പുകളെ അതിജീവിക്കുവാൻ അവർ ശക്തന്മാരായിട്ട് തീരുകയാണ്. അതാണ് നാം ഇവിടെ 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അവിടെ നാം കാണുന്നു, സ്തോത്രം, യെരുശലേം ദേവാലയവും അവിടെ നമസ്കരിക്കാൻ വരുന്നവരെയും അളക്കുന്ന ഒരു സംഗതിയാണ്. So here in the initial verses we see a commandment to measure the Jerusalem temple. ദൈവം അവിടെ കൽപ്പന കൊടുക്കുകയാണ്. പിന്നെ ദണ്ഡു പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്. നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. So John is commanded here to measure the temple, the altar, and the people. ദേവാലയത്തെ, യാഗപീഠത്തെ, അവിടെ നമസ്കരിക്കാൻ വരുന്ന ജനത്തെ അളക്കുക എന്ന കൽപ്പന യോഹന്നാന് ലഭിക്കുന്നു. അതിന് യോഹന്നാന് ഒരു അളവുകോലും ലഭിക്കുന്നു. ദണ്ഡ് പോലെയുള്ള ഒന്ന്. ഇംഗ്ലീഷിൽ എനിക്കൊന്നു ജസ്റ്റ് ലൈക്ക് എ റീഡ്, നോ, like a measuring rod, a reed like a measuring rod. reed എന്ന് പറഞ്ഞാൽ ഞാങ്ങണ പോലെയുള്ള ഒരു അളവുകോൽ. അന്ന് നിലനിന്നിരുന്ന, അല്ലെങ്കിൽ യോഹന്നാന് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്ന ഒരു അളവുകോൽ. ഇവിടെ പറയുന്ന നമുക്ക് ഒത്തിരി ടെമ്പിളുകളെ കുറിച്ച് കാണാം തിരുവെഴുത്തിൽ.
വ്യത്യസ്തമായ ദേവാലയങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ചിലർ പറയുന്നത് ഈ ദേവാലയം എന്ന് പറയുന്നത് ദൈവസഭയാണെന്നാണ്. അല്ല, ദൈവസഭയെ ദേവാലയമെന്ന് തിരുവെഴുത്ത് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ദേവാലയം ദൈവസഭ എന്ന ദേവാലയമല്ല. പൗലോസ്ലീഹ എഫേസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ ദൈവസഭയെ ദേവാലയമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3:15-16 വാക്യങ്ങളിൽ ദേവാലയം എന്ന സഭയെ പൗലോസ് വിളിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3:9-10 വാക്യങ്ങളിലും ദൈവസഭയെ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം, കൺസ്ട്രക്ഷൻ, അവിടെയും ദേവാലയം എന്ന നിലയിലാണ് സഭയെ വിളിച്ചിരിക്കുന്നത്. 1 തിമോത്തിയോസ് 3:16 പൗലോസ് സഭയെ ദേവാലയം എന്ന് വിളിക്കുന്നുണ്ട്. 1 Timothy 3:16. 1 Peter chapter 2 verses from 4 following. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിലും പത്രോസ്ലീഹ സഭയെ ദേവാലയം, ഒരു മന്ദിരം, ഒരു കെട്ടിടം എന്ന നിലയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശരിയാണ്, ദൈവസഭയെ പുതിയ നിയമം ദേവാലയമെന്ന് വിളിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്ന ദേവാലയം ദൈവസഭ എന്ന ദേവാലയമല്ല. ഇവിടെ പറയുന്നത് അക്ഷരീയമായ യെരുശലേം ദേവാലയമാണ്. അതിനെ ആത്മീയ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. Even though the New Testament addresses the Church of Christ as the temple, here John is commanded to measure the temple. That doesn't mean the church. So, Revelation chapter 11 speaks not about the church, the temple of God, but the literal temple of God in Jerusalem. അത് നാം ആദ്യം മനസ്സിലാക്കുക. പലരും ഇതിനെ ആത്മീയമായിട്ട് മാത്രം ദൈവസഭ എന്ന ദേവാലയമാണെന്ന നിലയിൽ മാത്രം ചിത്രീകരിക്കാറും പഠിപ്പിക്കാറുമുണ്ട്. അത് തെറ്റാണ്. ഇവിടെ യെരുശലേം എന്ന ഒരു സ്ഥലത്ത് പണിയപ്പെട്ടിരിക്കുന്ന ദേവാലയവും യാഗപീഠവും അവിടെ നമസ്കരിക്കാൻ വരുന്നവരും ആണ് പ്രതിപാദനം. അതിനടുത്ത വാക്യങ്ങളിൽ കാണുന്നു, പ്രാകാരത്തെ, കോട്ടിയാടിനെ അളക്കാതെ വിട്ടേക്കുക. എന്തുകൊണ്ട്? Because the church is already taken. Yeah, John is commanded to leave the courtyard unmeasured. Why? That is given for the Gentiles. Given Yes, to sir. the Gentiles. Yeah. സ്തോത്രം. എപ്പോൾ വരത്തേക്കാ ഡ്യൂറേഷൻ? For 42 months. 42 months. അപ്പോൾ അവിടെ ദൈവം പറയുന്നു, പ്രാകാരം നീ അളക്കാതെ വിട്ടേക്കുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ദൈവസഭയ്ക്കകത്ത് പ്രാകാരം ഉണ്ടോ? ഇല്ല ഇല്ല. കാരണം ജാതി അതെ, ദൈവസഭയ്ക്കകത്ത് പ്രാകാരമില്ല. കാരണം ദൈവസഭ ഒരു അക്ഷരീയമായ കെട്ടിടമല്ല. ദൈവസഭ ദേവാലയം എന്ന് പറയുമ്പോൾ തന്നെ അത് അതിവിശുദ്ധ സ്ഥലവുമായി ബന്ധപ്പെട്ടത് മാത്രം.
ദൈവസഭ ദേവാലയം എന്ന് വിളിക്കപ്പെടുമ്പോൾ അവിടെ വേറെ ഒന്നുമില്ല, കൃപാസനം മാത്രമേ ഉള്ളൂ. കൃപാസനത്തോട് ധൈര്യത്തോടടുത്ത് ചെല്ലുവാനാണ് നമുക്ക് പുത്രത്വത്തിന്റെ പദവി ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. The church doesn't have a courtyard. Church has the experience, the mercy seat is, where the throne of grace is. So the church is actually a union of God's people with the very presence of God. It's not something literal which has a construction setup where there are courts or courtyards of women, Gentiles, Jewish men, and so on. So it's not about the church. What John is commanded to in chapter 11 of Revelation. വെളിപ്പാട് 11 യോഹന്നാന് ലഭിച്ച കൽപ്പന ദൈവസഭ എന്ന ദേവാലയത്തെ കുറിച്ചല്ല. ദൈവസഭ എന്നത് അക്ഷരീക ദേവാലയമല്ല, അതൊരു ആത്മീയ അനുഭവമാണ്. അവിടെ ദൈവത്തിന്റെ കൃപാസനമാണ് പ്രധാനം. അതല്ലാതെയുള്ളതൊന്നും അവിടെ പ്രസക്തമല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീല ചീന്തിയതിലൂടെ നമുക്കൊരു പുതുവഴിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. മുമ്പ് പ്രാകാരങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ഒന്നും കൃപാസനം അവിടെയുള്ള തേജസ്സും കാണാൻ പോലും അനുവാദമില്ലാതെ, കാണുന്നത് പോയിട്ട് നോക്കാൻ പോലും അനുവാദമില്ലാതെ പ്രാകാരത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടിയിരുന്നവരായിരുന്നു നാം. കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് തിരിച്ചു പോക്കണം. പക്ഷേ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, തന്റെ ശരീരം പിച്ചി ചീന്തുവാൻ അനുവദിച്ചതുകൊണ്ട്, യെരുശലേം ദേവാലയത്തിൽ പ്രാകാരത്തിൽ നിന്നുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിങ്കിലേക്കുള്ള കാഴ്ച മറച്ചിരുന്ന തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി കീറിപ്പോയി. അതിനെ എബ്രായ ലേഖനകർത്താവും പൗലോസും എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലുമായി പറയുന്നത്, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീലയെ ചീന്തി നമുക്ക് പിതാവിങ്കലേക്ക് ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗാഡ്. എബ്രായർ 10-ാമത്തെ അധ്യായത്തിലാണ് 20-ാമത്തെ വാക്യം മുതൽ നാം അത് കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രാകാരങ്ങളിൽ നിന്ന് നേരിട്ടൊരു കാഴ്ച മാത്രമല്ല, പിന്നെ പുതുവഴി തുറന്നതുകൊണ്ട് ആ വഴിയിലൂടെ നമുക്ക് കൃപാസനം വരെ ചെല്ലാം. അതുകൊണ്ട് ഇനിയും പുതിയ നിയമസഭ എന്ന ദേവാലയത്തിൽ പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനും യാഗപീഠങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. അതെല്ലാം അക്ഷരീക ദേവാലയത്തിൽ മാത്രമാണ്. അതുകൊണ്ട് വെളിപ്പാട് 11 പറയുന്ന ദേവാലയം അക്ഷരീകമായ ദേവാലയമാണ്, ആത്മീയമായ സഭയെക്കുറിച്ച് അല്ല. വ്യക്തമാണല്ലോ ഇത്രയും? സംശയങ്ങൾ എന്തെങ്കിലും? സ്തോത്രം. ഓക്കെ. ഇനിയും ഈ ദേവാലയം ഏതു ദേവാലയം? യെരുശലേം ദേവാലയമാണെന്നും അക്ഷരീക ദേവാലയമാണെന്നും ഉറപ്പായി. എന്നാൽ ഈ അക്ഷരീക ദേവാലയം തന്നെ പലതുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് ശലോമോന്റെ ദേവാലയമായിരുന്നു. ഇതേതായാലും ആ ദേവാലയം അല്ല. കാരണം ശലോമോന്റെ ദേവാലയം യേശുക്രിസ്തുവിന്റെ
ജനനത്തിന് ഏതാണ്ട് 600ഓളം വർഷങ്ങൾക്ക് മുമ്പ് BC 600 അടുത്ത് ബാബിലോണ്യരാൽ ഇടിച്ച് പൊളിച്ച് തീ വയ്ക്കപ്പെട്ടു. ശലോമോന്റെ ദേവാലയം അല്ല. രണ്ടാമത്തെ ദേവാലയം സെരുബാബേലിന്റെ ദേവാലയമായിരുന്നു. ദ ടെമ്പിൾ ഓഫ് സെരുബാബേൽ. നാം സഖരിയ പ്രവചനത്തിൽ കാണുന്നത് പോലെ സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, പിന്നെ നമുക്കറിയാവുന്ന വാക്യാണല്ലോ. ബാക്കിയൊന്ന് പറഞ്ഞോ, നിങ്ങളെ കൂടെ ശബ്ദം കേട്ടോട്ടോ. സൈന്യങ്ങളുടെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. നമ്മൾ പാട്ടുമൊക്കെ പാടാറുള്ളതാണല്ലോ അത്. ആരോടാ ഇത് പറയുന്നത് സഖരിയാവ്? സെരുബാബേലിനോടാ. സെരുബാബേൽ ബാബിലോണ്യ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് നെബൂഖദ്നേസർ ഇടിച്ചു കളഞ്ഞ ശലോമോന്റെ ദേവാലയത്തെ പുതുക്കി പണിയുകയാണ്. തുടക്കം മുതൽ. നാം അതിനെക്കുറിച്ച് യെസ്രായുടെ പുസ്തകത്തിലും സഖരിയാവിന്റെയും ഹഗ്ഗായിയുടെയും ഒക്കെ പുസ്തകങ്ങളിലും കാണുന്നുണ്ട്. അങ്ങനെ ദേവാലയം പുതുക്കിപ്പണിതു. പുതുക്കിപ്പണിതെന്ന് പറഞ്ഞപ്പോൾ റെനോവേറ്റ് ചെയ്തതല്ല. He rebuilt the destroyed temple at the very same place where Solomon's temple was. ശലോമോന്റെ ദേവാലയം മുഴുവനും ഇടിച്ചു കളഞ്ഞു നെബൂഖദ്നേസർ, ബാബിലോണിയർ. 70 വർഷം അത് ശൂന്യമായി കിടന്നു. അതിനുശേഷം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ജനം തിരികെ വരികയാണ്. കോരശിന്റെ കാലത്ത് പേർഷ്യൻ ഭരണാധിപനായ കോരശ് ഇസ്രായേലിനെ മടക്കി അയക്കുന്നു. അങ്ങനെ സെരുബാബേൽ മടങ്ങി വന്ന് ഇടിഞ്ഞ് തകർന്നുപോയ ശലോമോന്റെ ദേവാലയത്തിൽ നിന്ന് അതേ സ്ഥലത്ത് പുതിയ ദേവാലയം പണിയുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് അതിന് സ്റ്റേ ഒക്കെ ആയി. ദേവാലയം പണിയുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. നിയമം വിരുദ്ധമായി. പേർഷ്യൻ ഭരണകൂടം എതിരായി. ശക്തന്മാരായ വേറെ ശത്രുക്കൾ ദേശാധിപതികളായി എഴുന്നേറ്റു. അങ്ങനെയായപ്പോൾ ദേവാലയം പണി നിർത്തി. പിന്നെ ഉള്ള നേരം കൊണ്ട് അവർക്ക് വീടൊക്കെ പണിത് ഇങ്ങനെ ജീവിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഹഗ്ഗായി പറഞ്ഞത്, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെറസൊക്കെയുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിൽ നിങ്ങൾ പാർക്കുന്നു. പക്ഷേ ബാക്കി പറയാമല്ലോ നിങ്ങൾക്ക്. ഈ ആലയം ശൂന്യമായി കിടക്കുന്നു. ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തുവാ പറയുന്നേ? ഇത് പണിയാനുള്ള കാലം ആയിട്ടില്ല. സെരുബാബേലിന്റെ കാലത്ത് ഇടിയപ്പെട്ട ദേവാലയത്തിന്റെ പുനർനിർമ്മിതി തടയപ്പെട്ട് പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരിക്കുമ്പോഴാണ് പ്രവാചകന്മാരായ സഖരിയാവിനെയും ഹഗ്ഗായിയെയും ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. സഖരിയാവിലൂടെ പറഞ്ഞ ഒരു പ്രധാന പ്രവചനമാ നമ്മുടെ ആ പ്രശസ്തമായ വാക്യം, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ, യഹോവയുടെ ആത്മാവിനാൽ തന്നെ. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ സെരുബാബേൽ അതിന്, ഏതിന്? ദേവാലയത്തിൽ, യെരൂശലേം ദേവാലയത്തിന്
ആണിക്കല്ല് കയറ്റും. ആണിക്കല്ലിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വയ്ക്കുന്ന കല്ല. കോർണർ സ്റ്റോൺ തുടക്കം, ക്യാപ് സ്റ്റോൺ ഒടുക്കം. ഒരു ബിൽഡിങ്ങിന്റെ തുടക്കത്തിലെ കല്ല്, ഏറ്റവും ആദ്യം ഇടുന്ന കല്ല് മൂലക്കല്ലും, ഏറ്റവും അവസാനം വയ്ക്കുന്ന കല്ല് ആണിക്കല്ലുമാണ്. നമ്മുടെയൊക്കെ ഭാഷയിൽ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി അടിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. ആ ആണി അടിച്ചാൽ തീർന്നു, ഇനി ഒന്നും ഇല്ല എന്നർത്ഥം. ഇതുപോലെയാണ് ആണിക്കല്ല്. ക്യാപ് സ്റ്റോൺ ഈസ് ദ ലാസ്റ്റ് സ്റ്റോൺ, ദ ഫിനിഷിംഗ് ടച്ച് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ ഇങ്ങനെ സെരുബ്ബാബേൽ പണിത ആലയമാണ് രണ്ടാമത്തേത്. നമ്മുടെ വിഷയം ആ ചരിത്രത്തിലേക്ക് പോവുകയല്ല, എന്തെങ്കിലും ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ആലയമാണ് യേശു കർത്താവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഹെരോദാവിന്റെ ദേവാലയം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആലയം. A third temple. Actually, that was the renovated temple of Zerubbabel. സെരുബ്ബാബേലിന്റെ അതേ, താൻ പണിത അതേ ദേവാലയം തന്നെ മോടി പിടിപ്പിച്ചതായിരുന്നു ഹെരോദാവിന്റെ ദേവാലയം എന്നറിയപ്പെടുന്ന ദേവാലയം. അതായിരുന്നു യേശു കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ദേവാലയം. അതുകൊണ്ടാ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ ഇതിനെ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് യേശു പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞത്, എന്തുവാ ഇയാൾ ഈ പറയുന്നേ, ഇത് എത്ര കൊല്ലം കൊണ്ട് പണിതതാ? 46 വർഷം കൊണ്ട് പണിതതാ. ഇതാണോ ഇടിച്ച് 3 ദിവസം കൊണ്ട് പൊളിച്ചിട്ട് പണിയുമെന്ന് പറയുന്നത്? അപ്പോൾ ഹെരോദാവിന്റെ ടെമ്പിൾ, ഹെറോസ് ടെമ്പിൾ എന്നുള്ളതായിരുന്നു അത്. അതും AD 70 തകർക്കപ്പെട്ടു. That also was completely desolated by AD 70. യേശുക്രിസ്തുവിന്റെ ജനനശേഷം 70-ാമത്തെ വർഷം AD 70 ആ ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. യേശു പറഞ്ഞതുപോലെ ഈ ദേവാലയത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല. അതിനുശേഷം ഇതുവരെയും യെരുശലേമിൽ ദേവാലയം ഉണ്ടായിട്ടില്ല. AD 70 ശേഷം ഇതുവരെ. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന 2024 സെപ്റ്റംബർ മാസം ഇവിടെ 12-ാം തീയതി വൈകുന്നേരം, എനിക്ക് തോന്നുന്നു 10 മണിയാകാൻ ഇനി 10 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ഈ സമയം വരെ 9:49 ഇതുവരെ യെരുശലേമിൽ ദേവാലയം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ, അറിയുന്നത് പോലെ അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെയൊക്കെ അറിവ്. അത് ശരിയാകാനാണ് സാധ്യത. എല്ലാ ക്രമീകരണങ്ങളും, യാഗം കഴിക്കുവാനുള്ള പശുഭസ്മത്തിനു വേണ്ടിയുള്ള ചുമന്ന പശുക്കിടാവിനെ വരെ, എബ്രായർ 9-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്, ഒരു ചുമന്ന പശുക്കിടാവിനെ, അതുവരെ റെഡ് ഹൈഫർ, സ്തോത്രം, അതിനെ വരെ തയ്യാറാക്കി ഫാമിൽ നിർത്തിയിരിക്കുന്നു. 3 വയസ്സ് പ്രായമുള്ള ഒരു ചുമന്ന പശുക്കിടാവ്, 3 year old. അതിനെയും പ്രായത്തിനനുസരിച്ച് എപ്പോൾ ദേവാലയം പണിയാൻ അവസരം കിട്ടുന്നോ അപ്പോൾ 3 വയസ്സുള്ളതാകത്തക്കതുപോലെ തയ്യാറാക്കി ഇസ്രായേലിന്റെ ഫാമുകളിൽ നിർത്തിയിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ദേവാലയം ഉണ്ടായിട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടെ യോഹന്നാനോട് പറയുന്നത് ഏത് ദേവാലയത്തെക്കുറിച്ച് ആകാം? ഇനി നിങ്ങൾ പറഞ്ഞു. ഇനി പണിയുവാനുള്ള ദേവാലയത്തെക്കുറിച്ച്. ഇനി പണിയുവാനുള്ള ദേവാലയത്തെക്കുറിച്ച്. ഓക്കെ, യേശുവിന്റെ കാലത്തെ ദേവാലയത്തെക്കുറിച്ച് ആയിരിക്കത്തില്ലല്ലോ.
ഇല്ല. അല്ല. കാരണം യോഹന്നാൻ ഇത് എഴുതുമ്പോൾ AD 95-96 ആണ്. AD 95-96 അതിനും കുറഞ്ഞത് 20-25 കൊല്ലം മുമ്പ് തന്നെ അന്നത്തെ ദേവാലയം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ യെരുശലേമിൽ ഒരു ദേവാലയം ഇല്ല. അതുകൊണ്ട് തീർച്ചയായും ഇനി പണിയപ്പെടാനിരിക്കുന്ന ദേവാലയമാണ്. ഇനി പണിയപ്പെടാനിരിക്കുന്ന ആദ്യത്തെ ദേവാലയം ഏതാണ്? ഏതായിരിക്കാം? മില്ലേനിയൽ ടെമ്പിൾ. നോ. അതിന് മുൻപറണം വേണം. ആന്റി ക്രൈസ്റ്റിന്റെ സഹായത്തോടുകൂടി യെസ്, ഡ്യൂറിംഗ് ദ ട്രിബുലേഷൻ. യെസ്, 70th വീക്കിൽ 70-ാം ആഴ്ചവട്ടത്തിൽ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് മഹാപീഡനകാലത്ത് പണിയപ്പെടുന്ന ദേവാലയമുണ്ട്. ആ ദേവാലയത്തെ കുറിച്ചാണ് യേശുക്രിസ്തുവും ദാനിയേൽ പ്രവാചകനും ഒക്കെ പ്രവചിച്ചത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നീ കാണുമ്പോൾ, അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും എന്ന് കർത്താവ് പറഞ്ഞ ദാനിയേൽ പ്രവചിച്ച ഒരു ദേവാലയമുണ്ട്. അതാണ് ഈ 70-ാം ആഴ്ചവട്ടക്കാലത്തെ ദേവാലയം. ഇനിയും എത്രയും പെട്ടെന്ന്, എത്ര പെട്ടെന്നെന്ന് നമുക്കറിയില്ല, ഇനിയും എത്രയും പെട്ടെന്ന് യെരുശലേമിൽ ദേവാലയം പണിയപ്പെടും. അങ്ങനെ ദേവാലയം പണിയാന് മറ്റൊരു ജാതിയുടെ സഹായം കൂടെ വേണ്ടായോ? ഇനി മീൻസ് നമ്മൾ പറഞ്ഞ അനുസരിച്ച് അവിടെ വേറൊരു ടെമ്പിൾ ഉണ്ടല്ലോ, ഇപ്പം ഒരു പള്ളി ഉണ്ടല്ലോ. ഉണ്ട്. അതിനെക്കുറിച്ചും ഈ അടുത്തിടയ്ക്ക് കേട്ടു. ഇപ്പോൾ ഉള്ള ദേവാലയം, അവിടെയുള്ള ഒരു പള്ളി, ദേവാലയം എന്ന് വിളിക്കുന്ന ഒരു പള്ളി, ഇപ്പോൾ അവിടെയുള്ള പള്ളിയും യഹൂദന്മാർ പണിയണമെന്ന് പറയുന്ന പള്ളിയും ഒരേ സ്ഥലത്താണെന്നാണ്. എന്നാൽ ഈ അടുത്തിടയ്ക്കായിട്ട് ഞാൻ വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയത് അല്പ വ്യത്യാസമുണ്ടെന്നാണ്. ഇനി ഏതുമാകട്ടെ, മുസ്ലിങ്ങളെയും ഇസ്രായേലിനെയും തമ്മിലൊന്ന് സമന്വയിപ്പിച്ചാൽ മതി. അതാണ് എതിർക്രിസ്തുവിന്റെ ആദ്യത്തെ വിജയകരമായ ദൗത്യം. The first successful diplomatic work of the Antichrist will be this. This will be the notable success of that person. He will amicably make a resolution acceptable for both the Muslim world and the Israelites. And there he will help Israel to build up their temple, the long awaited, the long desired temple. ഇപ്പോൾ അവിടെ ഒരു ആലയം ഇരിപ്പുണ്ട്, മുസ്ലിങ്ങളുടേതാണത്. അതേ സ്ഥലത്ത് ദേവാലയം പണിയണമെന്നാണ് ഇസ്രായേലിന്റെ താല്പര്യം. എന്നാൽ ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് ആശയ സമന്വയത്തിലേക്ക് എത്തിക്കുവാൻ ഇതുവരെ UN ഉൾപ്പെടെയുള്ള ഒരു സംഘടനയ്ക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് ഒറ്റയ്ക്ക് നേടിയെടുക്കുന്ന വളരെ തന്ത്രപ്രധാനമായ വിജയമായിരിക്കും എതിർക്രിസ്തു നേടിയെടുക്കുക. അത് തന്നെ എതിർക്രിസ്തുവിന്റെ സ്വീകാര്യതയെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കും. ഇത്ര ദീർഘവർഷങ്ങൾ നിലനിന്ന പ്രശ്നം AD 70 മുതൽ ഉള്ള പ്രശ്നമാണ്. AD 70 മുസ്ലിങ്ങളില്ല. 600 ചില്ലുവാനത്തിലാണ് മുസ്ലിങ്ങൾ വരുന്നത്. അന്നും ഇസ്രായേലിന് അവർ ഭീഷണിയല്ല. പിന്നീട് ഓട്ടോമൻ മുസ്ലിംസിന്റെ ഒക്കെ സമയത്താണ് ഇസ്രായേൽ ദേശം
അവര് കൈവശമാക്കുന്നത്. കഴിഞ്ഞ 1000-ൽ പരം വർഷങ്ങൾ മുസ്ലിംസ് ആണ് ഈ യെരുശലേമിനെ, അല്ലെങ്കിൽ ഈ യെരുശലേം ദേവാലയം നിന്നിരുന്ന സ്ഥലത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 6 ദിവസത്തെ യുദ്ധം എന്ന് പറയപ്പെടുന്ന യുദ്ധസമയത്ത് ഇസ്രായേൽ ഈ യെരുശലേമിനെ തിരിച്ചു പിടിച്ചു. അത് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഹമാസിന്റെ, പാലസ്തീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഡിമാൻഡ്. ഒരു കാരണവശാലും ചെയ്യില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ കാർക്കശ്യവും. അതിനെയും ആര് പറഞ്ഞാലും, അമേരിക്ക പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും 6 ദിവസത്തെ യുദ്ധത്തിൽ ഞങ്ങൾ പിടിച്ചെടുത്ത, ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം വിട്ടുതരില്ല. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ മൂലകാരണം. അപ്പോൾ 1000-ൽ പരം വർഷം പഴക്കമുള്ള ഒരു പ്രശ്നം, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം പോലെ വേറെ ഒന്ന് ലോകത്തിലില്ല. ഇത് ഓരോ ദിവസം കഴിയും തോറും പുകഞ്ഞു വരികയാണ്. ഇന്നും ഓൺലൈൻ പത്രത്തിൽ ഞാൻ വായിച്ചു, അമേരിക്ക ശപഥം ചെയ്തിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ബോംബ് ഇസ്രായേലിന് കൊടുക്കയില്ല എന്ന്. അവർ ആ ബോംബ് ഹമാസ് അഭയാർത്ഥി ക്യാമ്പുകൾക്കിടയിൽ ഇട്ടിട്ട് ഏറെ ആഴത്തിൽ ഭൂമി പിളർന്നു പോയെന്ന്, എന്നിട്ട് അവിടെ തീ കത്തിപ്പൊങ്ങി മരിച്ചുപോയവർ അതിൽ ഉരുകിപ്പോയെന്നാണ് വായിച്ചത്. ഇന്ന് ഞാൻ വായിച്ചത്. അത്രയ്ക്ക് ഭീകരമായ പ്രശ്നങ്ങൾ ഈ ഒറ്റ കാരണം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും അവകാശം പറയുന്ന സ്ഥലം ഒന്ന് തന്നെ. ലോക സമാധാനം എന്നൊരു വിഷയം വെച്ച് ആർക്കും ഇതിൽ ഇടപെടാൻ കഴിയാതിരിക്കുന്നു. അപ്പോഴാണ് ആരിതിൽ ഇടപെടുന്നത്? എതിർ ക്രിസ്തു എന്ന ഉപായബുദ്ധിയുള്ള ഒരു രാജാവ്. ഹി സോ ക്ലവർ, സോ ടെക്കി, കമ്പ്യൂട്ടർ മാൻ, a so clever diplomat who would amicably make a resolution to this long-standing problem of the world. And accordingly, he will be able to build up a temple in Jerusalem for Israel. And this is what God or Christ is commanding to John about that particular temple. Not even the millennial temple, because the millennial temple is not given to trodden down by the Gentiles. ഇവിടെ പറയുന്ന ദേവാലയം എതിർ ക്രിസ്തുവിന്റെ നയതന്ത്രജ്ഞതയുടെ ബലത്തിൽ ഇസ്രായേൽ പാലസ്തീൻ എന്ന ഏറ്റവും ചരിത്രത്തിലെ ദീർഘമേറിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എതിർ ക്രിസ്തു തന്റെ നയതന്ത്രജ്ഞത കൊണ്ട് ആ ഏറ്റവും പുരാതനമായ പ്രശ്നത്തിന്, മധ്യപൂർവേഷ്യയിലെ പ്രശ്നത്തിന് പരിഹാരം കാണും. മുസ്ലിങ്ങൾക്കും ഇസ്രായേലിനും ഒരുപോലെ സ്വീകാര്യമായ ചില ഫോമുലാസ്, ചില കാര്യങ്ങൾ മുൻപോട്ട് വയ്ക്കും. അങ്ങനെ ഈ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ യെരുശലേം ദേവാലയം വീണ്ടും പണിയും. അങ്ങനെ അവരുടെ ദേവാലയം പണിയാൻ അവരെ സഹായിക്കുന്ന എതിർ ക്രിസ്തുവിനെയാണ് അവർ ഇവനാണ് ഞങ്ങളുടെ മശിഹ എന്ന് പറഞ്ഞ് ആദ്യം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഒരാഴ്ചവട്ടത്തേക്ക് ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്, 7 വർഷത്തെ ഉടമ്പടിയിൽ. അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ വിശ്വാസം, വിശേഷിച്ച ഇസ്രായേലിന്റെ വിശ്വാസം ഇവൻ നേടിയെടുക്കും. ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ലോകം ഇന്ന് നേരിടുന്ന മുഴുവൻ ആഗോള പ്രശ്നങ്ങൾക്കും താൻ പരിഹാരകനാണ് എന്ന നിലയിൽ അവൻ മുൻപോട്ട് വരും. നമ്മൾ കുറച്ച്
ആഴ്ചകൾക്ക് മുമ്പ് കണ്ടതല്ലേ മൈക്രോസോഫ്റ്റിന്റെ ഒരു ചെറിയ പണിമുടക്ക് കൊണ്ട് ലോകം മുഴുവനും സ്തംഭിച്ചു പോയില്ലേ? ബാങ്കുകളൊന്നും വർക്കായില്ല, ഒരൊറ്റ ഫ്ലൈറ്റ് പൊങ്ങിയില്ല, ലോകത്ത് മുഴുവനുമുള്ള ഏവിയേഷൻ നിശ്ചലമായി, ബാങ്കിങ് നിശ്ചലമായി. കണ്ടോ? ഈ കമ്പ്യൂട്ടർ ലോകം, AI എന്നൊക്കെ നമ്മൾ വിളിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ, അതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ചില വമ്പന്മാർ ലോകത്തിലില്ലേ? അന്നൊരു പക്ഷേ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാകാം, അന്വേഷണം നടക്കുന്നു. ഇതുപോലെ ഒരു മൈക്രോസോഫ്റ്റ് വമ്പനെ പോലെ, ഗൂഗിൾ വമ്പനെ പോലെ, ഒരു ശക്തനായ, എന്തും ചെയ്യുവാൻ കഴിയുന്ന, മറ്റ് ലോക നേതാക്കൾക്ക് മുഴുവനും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഭയങ്കര വ്യക്തിത്വമായിരിക്കും എതിർ ക്രിസ്തു. അവന്റെ ആ വ്യക്തിപ്രഭാവം കൊണ്ട് യെരുശലേമിൽ ഒരു ദേവാലയം പണിയാൻ, ഇസ്രായേലിനെ സഹായിക്കാൻ അവന് കഴിയും. അത് അവന്റെ തന്ത്രമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ അത് തിരിച്ചറിയില്ല. തിരിച്ചറിയാതെ ആ ദേവാലയം അവിടെ പണിയപ്പെടും. അവർ അവനെ മശിഹിയായിട്ട് അംഗീകരിക്കും, തങ്ങളെ തന്നെ അവന് വിട്ടുകൊടുക്കും. അങ്ങനെ ഒരു 3.5 കൊല്ലം പോകും, 42 മാസം അങ്ങനെ പോകും. ആ സമയത്തെ ദേവാലയത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അളക്കുക. അപ്പോൾ ഈ ദേവാലയം ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. സഹസ്രാബ്ദക്കാലത്തെ ദേവാലയമല്ല. കാരണം അന്ന് യേശുക്രിസ്തുവാണ് ഭരണം. അത് അവിടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയൊന്നും വരില്ല. സ്തോത്രം. ജാതികൾ അതിൻ്റെ പ്രാകാരങ്ങളെ ഒന്നും ചവിട്ടാനായിട്ട് ദൈവം ഉപേക്ഷിച്ച് കളയുകയും ഇല്ല. ജാതികൾ വരും, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാകാരത്തെ ചവിട്ടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് ഇഷ്ടം പോലെ കയറി ഇറങ്ങി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മെതിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന. അത് അങ്ങനെ സഹസ്രാബ്ദക്കാലത്തെ ദേവാലയം അങ്ങനെ കർത്താവ് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് ഇത് സഹസ്രാബ്ദ ദേവാലയത്തിന് മുമ്പും മില്ലേനിയൽ ടെമ്പിളിന് മുമ്പുള്ള, ഇനിയും പണിയപ്പെടാനിരിക്കുന്ന മഹാപീഡനകാലത്തെ ദേവാലയമാണ്. ഇത്രയും വ്യക്തമാണോ? മനസ്സിലായോ? ഈ ദേവാലയം പണിയാൻ കുറെ സമയം എടുക്കത്തില്ലേ? ഒത്തിരി സമയമൊന്നും വേണ്ട. അല്ല, ഇപ്പോഴാരും 48 hours കൊണ്ട് അവര് പണിയാണ്. അതെ, ഇപ്പൊ തന്നെ അമേരിക്കയിലൊക്കെയുള്ള വീടുകൾ തന്നെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് അവര് എല്ലാം ഓരോ ബ്ലോക്കുകളാ കൊണ്ടുവന്നെങ്കിൽ ഫിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഇവിടുത്തെ പണി പോലെ ദീർഘസമയങ്ങളുടെ ആവശ്യം ഇല്ല. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് വെച്ചേക്കായോണ്ട് എളുപ്പമായിട്ട് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. വെറും കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഇന്നത്തെ പോലെയുള്ള സാങ്കേതികത ഇല്ലാതിരുന്ന ശലോമോന്റെ കാലത്ത് പോലും 7 കൊല്ലം കൊണ്ടത് പൂർത്തിയായി. അപ്പോൾ പിന്നെ ഇത്രയധികം സാങ്കേതികതകളുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയും ഈ സാങ്കേതികതകളുടെ ടെക്നോളജീസിന്റെ വലിയ അപ്പനായിട്ടാണ് ഇവൻ വരാൻ പോകുന്നത്, എതിർ ക്രിസ്തു. അന്ന് ഈ ദേവാലയം ഈ നിലയിൽ പണിയുക ഒത്തിരി സമയമൊന്നും എടുക്കുന്ന സംഗതിയല്ല. ഇഷ്ടം പോലെ അവർക്ക് ആൾക്കാരുണ്ട്, എല്ലാം സജ്ജമാണ്, പെറുക്കി പെറുക്കി വെച്ചാൽ മതി എന്നാ പറയുന്നത്. അതുകൊണ്ട് അതിന് സമയം, കാലദൈർഘ്യം എടുക്കത്തില്ല. സ്തോത്രം. Will it be built according to the heavenly pattern? Yes, of course. According to the measurements and patterns God commanded them through Moses.
മോശ മുഖാന്തരം അവരോട് പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ച് തന്നെയുള്ള ദേവാലയമായിരിക്കും അത്. അതിനപ്പുറത്തേക്ക് അവർക്ക് പണിയാനൊക്കത്തില്ല. അതിൽ പണിയുന്ന സമയത്ത് കോംപ്രമൈസസ് ഒന്നും ഇല്ല. സ്തോത്രം. മറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് പ്രാകാരത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ പുതുവഴിയെ വെട്ടിത്തുറന്ന കർത്താവിനോട് നന്ദിയുള്ളവരായി, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും മുമ്പേ ദൈവം തൻ്റെ സഭയെ ചേർക്കും എന്ന പ്രത്യാശയോടെ നമുക്ക് വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി കർത്താവിൻ്റെ വരവനായി നോക്കിപ്പാർത്തും ബന്ധപ്പെടുത്തിയും കൊണ്ട് മുൻപോട്ട് പോകാം. അതിനായി നമുക്ക് സമർപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.